സ്നേക്ക് പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളവിടെ നിന്നിട്ട് ഇപ്പോൾ ഭയങ്കര മഴയാണ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ട് ഇവിടെ പെട്ടിരിക്കുകയാണ്. അവനായിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് അവിടെ എത്തിയിട്ടായിട്ട് വീടുണ്ട് ഗൈസ്. നമ്മൾ സ്നേക്ക് പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാട്ടിച്ചു തരാം നിങ്ങൾക്ക്. നമുക്കിപ്പോൾ ബസ്സിൽ വരുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാനില്ല, സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അപ്പോൾ നമുക്ക് സ്നേക്ക് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടായിട്ട് വീഡിയോ എടുക്കാം ഗൈസ്. ഓക്കെ, നേരെ ഉള്ളിൽ കയറാം. അപ്പോൾ നമ്മളിവിടെ ടിക്കറ്റ് ഉണ്ട്, ഓരോ ടിക്കറ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നത്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് വാങ്ങിയിട്ട് വരാം. നമ്മൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ടിക്കറ്റ് നമുക്ക് കൊടുക്കാണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ സ്നേക്ക് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അല്ലാതെ നമുക്ക് പേടിയാണ് കേട്ടോ. നമുക്ക് കയറി വെക്കാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഫിഷാണ് ഇവിടെ കാണുന്നത്, കുറേ തരം ഫിഷ് കാണുന്നുണ്ട് ഇവിടെ. എൻ്റെ മോനെ ടോപ്പ് ഫിഷാണ്. ഇവിടെ കുറേ തരം മീനുണ്ട്, വലിയ വലിയ മീനൊക്കെ ഉണ്ട് ഗൈസ്. ഇത് ഷാർക്കാണ്. കുറേ മീനൊക്കെ ഉണ്ട് ഇവിടെ. സൗണ്ട് കേൾക്കുന്നുണ്ടോ അറിയില്ല. നമ്മളെ തോടുമീനാണ് തോന്നുന്നത്. ഇത് ഏത് മീൻ? അതിവിടെ ഉണ്ട് കേട്ടോ. വലിയ ഷാർക്കാണ് കഴിച്ച്. ഗോൾഡ് കളറുന്ന മീന്. മുകിടാണ് മുകിട്. ഇവിടെ ഉടുമ്പുണ്ട്, ഉടുമ്പ്. ഇതാ കാണാന്നറിയില്ല, കാട്ടുപൂച്ചൊക്കെ ഉണ്ട് ഗൈസ്. ഒട്ടിനുള്ളിലായിട്ടുണ്ട്. കാട്ടുപൂച്ചയാണ്. നമ്മളപ്പോൾ ഗുഹയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് കയറാൻ. ഇതിനുള്ളിൽ ഫുൾ ഇരുട്ടാണ് ഗൈസ്. ഇത് മുള്ളമന്നിയാണ് ഗൈസ്. അവിടെ ഒന്നുണ്ട് മുള്ളമന്നി. അതിന് മുള്ളാണ്. നമ്മൾ മേക്കൊക്കെ ഇങ്ങനെയൊക്കെ ഇതാക്കിയാൽ തെറിക്കുന്ന സാധനം. അപ്പോൾ ഗൈസ് പെരുമ്പാമ്പുണ്ട്, ഇന്ത്യൻ റോഡ് പൈത്തൻ പെരുമ്പാമ്പുണ്ട്. ഇവിടെ റൂമാക്കിൽ കാണിച്ചത് ഇതാ പെരുമ്പാമ്പ് ഗൈസ്. ഇതാണ് പെരുമ്പാമ്പ്. അപ്പോൾ ഗൈസ് ഇവിടെ അലിഗേറ്റർ ഇതിൽ കാണുന്നില്ല. ഇവിടെ ജസ്റ്റ് തല മാത്രം കാണുന്നുണ്ട്. അലിഗേറ്റർ കാറാണ് ഗൈസ്. അപ്പോൾ ഇനിയുണ്ട് ഇതിൽ വലിപ്പം. അപ്പോൾ അവിടെ ആമ നിന്നിട്ടുണ്ട്. സൂമാക്കിയിട്ട് കാണിച്ചു തരാം. തൊപ്പിക്കുരങ്ങനുണ്ട് അവിടെ. ആ കൂട്ടിൻ്റെ മീറ്റായിട്ട് നിന്നിട്ടുള്ളതാണ് തൊപ്പിക്കുരങ്ങന്. നമ്മൾ നോക്കുന്നൊക്കെ ഉണ്ട് കൂടുന്നു. അപ്പോൾ കഴിച്ച് നമുക്കിനി എമു കാണാം. ഇതിവിടെ നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഇതാണ് എമു. ഇതവിടെ ഒന്നുണ്ട്, അവിടെ കുറേ ഒന്നുണ്ട് ഉള്ളിലൊക്കെ ആയിട്ട്. ഇതാണ് സംഭവം.
ഭയങ്കര വലിപ്പമുണ്ട് കേട്ടോ. ഇനി നമുക്ക് പക്ഷികൾ കൂട്ടങ്ങളൊക്കെ കാണാം. വാ, ഇവിടെ കുറേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈസി എടുത്ത് കാണാം. ഇതാണ് ചട്ടിപ്പേരുണ്ട് ഗൈസ്. ഇതോടെ മൂങ്ങാണുള്ളത്. അതവിടെ അവിടെ ആയിട്ടാണ് മൂങ്ങുള്ളത്. 2 മൂങ്ങൻ അവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ പാമ്പാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന. മൂർക്കന്, അണലി അങ്ങനത്തെ ഒക്കെ ഉള്ളതാണ്. വാ, ഇതാണ് പെരുമ്പാമ്പ്. 2 എണ്ണം ഉണ്ടെന്നാണ് തോന്നുന്നത്. 2 എണ്ണം ഉണ്ട് അവിടെ. ഒന്ന് ചെറുതും ഒന്ന് വലുതും. ഇത് വേറൊരു തരം പെരുമ്പാമ്പാണ്. ഇവിടെ കമ്പിലായിട്ടൊക്കെ ഇതായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫോട്ടോയിൽ വരുന്നത്. അവിടെ ആ മരത്തിൻ്റെ കമ്പിലൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ ഈ സൈഡായിട്ട് ഇത് വലിയൊരു പെരുമ്പാമ്പാണ്. ഇതാ അവിടെ ആയിട്ടുണ്ട്. വലുതാണ്. മുപ്പട്ട് കണ്ടതൊക്കെ ചെറുതാണ്. ഇപ്പോൾ കണ്ടത് വലിയൊരു പെരുമ്പാമ്പാണ്. ഒരു ചെറിയൊരു വലുപ്പമുള്ളൊരു കൂട്ടിലാണ് അവിടെ കമ്പിനെ മെയ്ത്തായിട്ട് നിന്നിട്ടുണ്ട്. സർപ്പം പാമ്പാണ്. അവിടെ ആ കൂട്ടിൻ്റെ ഉള്ളിലായിട്ട് ചുരുണ്ട് കിടക്കുകയാണ്. അവിടെ ഒന്നുണ്ട്. ആ ചെടീൻ്റെ ഇടയിലായിട്ടുണ്ട് ഒന്നുണ്ട്. ഇതുവരെ കാണാത്ത പാമ്പൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഗൈസ്. ഏറ്റവും വിഷം കൂടിയ ഒരു അണലി പാമ്പാണ് ഇത്. ഇതാ അതിന് മീത്തായിട്ട് ചുരുണ്ട് കിടക്കുകയാണ്, തലയും പൊന്തിച്ചിട്ട്. അണലി. അപ്പോൾ ഇതാണ് ഗൈസ് ചേര. പാവത്താനായ പാമ്പാണ്. കുറേ ഉണ്ട്. ഒരു 2-3 ഉണ്ട്. ചെറിയൊരു കൂടാണ് കേട്ടോ. ഇത് ഇഗ്വാനാണ്. കൂട്ടത്തോടെ തന്നെ നിന്നിട്ടുണ്ട് ഗൈസ്. മുതല കുറേ ഉണ്ട് അവിടെ. ആ കുളത്തിലൊക്കെ ഉണ്ട് മുതല. ഇതാ ഇവിടെ ചത്ത മാതിരി കിടന്നിട്ടുണ്ട് ഗൈസ്. നല്ല വലുപ്പമുണ്ട്. ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് ഹെലികോപ്റ്ററിൽ കയറുന്നത്. ഇതാണ് ഹെലികോപ്റ്റർ. കയറുന്ന ഗൈസ് ഒന്ന് കയറി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്തുമില്ല, ബോഡി മാത്രമേ ഉള്ളൂ. ഗൈസ് ഞാൻ ആദ്യമായിട്ട് ഹെലികോപ്റ്ററിൽ കയറിയിട്ടുണ്ട്. ഇവിടെയാണ് ഇരിക്കേണ്ടത്. ഞാൻ പറക്കാൻ പോവാണ് ഗൈസ്. ഏറ്റാ ഇത് ഏത്. ഓക്കെ ഗൈസ്, എൻ്റെ ഇവിടെ നിർത്തിയിട്ട് വെച്ചിട്ടുള്ളതാണ്. പാമ്പാ എവിടെ?
ഇവിടെ പാമ്പുന്നതാണ്. എൻ്റെ മോനെ മൂർക്കം പാമ്പ് ഇവിടെ മൂർക്കം പാമ്പുണ്ട്. മൂർക്കം പാമ്പുണ്ട്. ഇപ്പുറത്തെന്തോ പാമ്പുണ്ടെന്ന്. ഇത് മൂർക്കനാ. ഇത് അണലിക്കുഞ്ഞാണ്. അണലിക്കുഞ്ഞ് അപ്പുറത്തെ മൂർക്കന്. ഫുള്ള് വെറൈറ്റി പാമ്പാണ് ഗൈസ്. അപ്പോൾ ഗൈസ് പാമ്പ് വീടാണ്. നമുക്കൊന്ന് കയറി വെക്കാം. വാ സൈഡ് നോച്ചു. അവിടെ ഇട്ടുണ്ട് ഗൈസ്. പച്ചോല പാമ്പ് ഗൈസ്. കാണുമ്പോൾ ചെറിയ ഓല പോലെ ഉണ്ടാവുമെങ്കിലും സാധാ നല്ല വിഷം കൂടിയതാണ്. അപ്പോൾ ഇതാണ് വെള്ളി വരയൻ. ഇതവിടെ ആയിട്ട് ചുരുണ്ട് കിടക്കുന്നുണ്ട്. താഴെ മരത്തിൻ്റെ അടിയിൽ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, മരത്തിൻ്റെ അടിയിലായിട്ട് കിടക്കുന്നുണ്ട്. ഇത് മണ്ടലി പാമ്പാണ്. ആമക്കുഞ്ഞ് കുറേ ആമക്കുഞ്ഞുണ്ട്. ചെറിയ കുഞ്ഞ് ആമക്കുഞ്ഞാണ്. ഒന്നവിടെ മല കയറിക്കാണ്. ഇപ്പൊ രണ്ട് തല പാമ്പ് ഇവിടെ ഉണ്ട്, അവിടെയുണ്ട്. രണ്ട് തലയാണ് ഈ പാമ്പിനുള്ളത്. ഇവിടെ ഫോട്ടോ. ബിഗ്ഗസ്റ്റ് പെരുന്ത്, വലിയ പെരുന്താണ്. പക്ഷെ ഇത് ഒറിജിനൽ അല്ല കേട്ടോ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്തോ ഒരു പാമ്പുണ്ട് ഇവിടെ. ഇപ്പുറത്തേലോ ഗൈസ്. ആ സൈഡാണുള്ളത്. ഈ സൈഡ് പോയാൽ കാണും. ആ സൈഡിൽ നിന്ന് കാണുന്നില്ല കേട്ടോ. ഇതിലെ റൗണ്ട് അടിച്ച് വരണ്ടേ. റൗണ്ട് അടിച്ചിട്ടാണ് വരേണ്ടത്. ഇവിടെ ഇതിലെ കൂട്ടാണ് പോകേണ്ടത്. കുറേ ശില്പങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ കുറേ എന്തൊക്കെയോ ശില്പങ്ങളുണ്ട്. പാമ്പിലെ സാധനമൊക്കെ ഉണ്ടെന്നാണ്. മൂങ്ങ പാമ്പ് ഒരു ഡ്രോയിങ്. ഗൈസ് കുറച്ച് വലിയ പാമ്പാണിത്. ഇവിടെ ഈ സൈഡായിട്ടാണ് ചുരുണ്ട്. ഇവിടെ ചുരുണ്ടിട്ടുണ്ട് ഗൈസ്. ഇവിടെ കുറേ എണ്ണുണ്ട്. ഇവിടെ കുറേ ഇത് ഭയങ്കര വിഷം കൂടിയ പാമ്പാണ്. കുറേ എണ്ണുണ്ട് ഇവിടെ. കുറേ പാമ്പിനെ നമുക്ക് കാണാനുണ്ട്. നമുക്ക് ഇതിലെ പോവാം ഗൈസ്. റൊട്ടേറ്റ് ആയിട്ട് പോവാം. ഇവിടെ എന്തോ ഉണ്ട്. ഇച്ചാ പേരെന്തിച്ചാ? ഇത് കുമാരൻ എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കരമാണ് സാധനം. നമുക്ക് ഇതിലെ വൈകില്ല. ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. എനിക്ക് കുറേ സാധനമുണ്ട്. ആ സൈഡുണ്ട്. അതിലോ
രാജവമ്പാല ഗൈസ്. നമുക്ക് മെല്ലെ പോകാം. സൈഡായിട്ട് പോവാൻ മരത്തിൻ്റെ കമ്പിയിലായിട്ട് നിന്നിട്ടുണ്ട്. ക്രോസ് ജസ്റ്റ് തല കാണുന്നുണ്ട്. ജസ്റ്റ് അവിടെ മരത്തിൻ്റെ സൈഡായിട്ടാണ് നിന്നിട്ടുണ്ടായത്. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതാ രാജവമ്പാല. കാണാനായിട്ട് രാജവമ്പാല ഉണ്ട്. ഇവിടെ തബളുണ്ട്. തബള എന്തോ പ്രാർത്ഥിക്കുന്നതാണ് തബള. നല്ല ചിരിക്കുന്നെല്ലുണ്ട്. ഇതാണ് നമ്മളെ തബള. ഗൈസ് മയില് കൈവച്ച കൊത്തോട്ടോ. നോ ടച്ച് ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിലൊക്കെ വഴിയില്ലെന്നാണ് തോന്നുന്നത്. ഇവിടുത്തെ അവസാനിച്ചോ? ഇവിടെ കൊളമൊക്കെ ഉണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അധികം ഒരു സാധനത്തിനൊന്നും കാണുന്നില്ല. ഇവിടെ തീർന്നോ? കഴിഞ്ഞെന്ന് തോന്നുന്നു. കഴിഞ്ഞിട്ടില്ലെന്നും തോന്നുന്നു. ഇവിടത്തേക്ക് സ്റ്റോപ്പായോ? ഇല്ല. ഇവിടത്തേക്ക് സ്റ്റോപ്പാണ്. ഐ ലവ് യു സ്നേക്ക് പാർക്ക് ഗൈസ്. ഐ ലവ് യു സ്നേക്ക് പാർക്ക്. അപ്പോൾ ഗൈസ് ഇത്ര തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മൾ പോകാൻ പോകുന്നത് പെറ്റ് സ്റ്റേഷനിലേക്കാണ്. നമുക്ക് നേരെ അവിടെ പോയിട്ട് വീഡിയോ കാണാം ഗൈസ്.